അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു എക്സ്പീരിയൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്തൊരു സമയത്താണ്. അപ്പോൾ ഇത് നടന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ 2018 ഫ്ലഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്താണ്. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ ആ സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി അവിടെയൊക്കെ വീടും എല്ലാം നശിച്ചു പോയൊരു സാഹചര്യമായിരുന്നു ആ ഒരു ഫ്ലഡിൻ്റെ സമയത്ത്. അപ്പോൾ ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു, ഈ എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്താണ് സംഭവം. അപ്പോൾ ആ വീട്ടിൽ ഒരു അച്ഛൻ, ഒരു അമ്മ, പിന്നെ അവരുടെ ഗ്രാൻഡ് പാരൻസും ഒരു ചെറിയൊരു മോനും ഉള്ളൊരു വീടായിരുന്നു. അപ്പോൾ ആ ഒരു വീട്ടിൽ അവരെല്ലാവരും സാധാരണ പോലെ തന്നെ ഡിന്നറൊക്കെ കഴിച്ചു കിടന്നുറങ്ങാൻ പോകുന്ന ആ സമയം ഉറങ്ങി. ഒരു രാത്രി 3 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും വെള്ളം വല്ലാതെ വരുന്ന ശബ്ദം കേട്ടാണ് ഈ ഒരു ഫാമിലി ഇന്നീക്കുന്നത്. അപ്പോൾ ഫ്ലഡ് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് അങ്ങനെ പോയി. ഫ്ലഡൊക്കെ താന്നു, വെള്ളമൊക്കെ പോയി, അങ്ങനെയൊക്കെ പോയി. പക്ഷേ ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു നെട്ടി ഇന്നീറ്റ് ഒരു സാഹചര്യം ഉണ്ടല്ലോ, അവരുടെ വീട്ടിലേക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കയറിയ ആ സാഹചര്യം ഈ ചെറിയ മോന് ഭയങ്കരമായിട്ട് ഒരു ട്രോമ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ആ കുട്ടി രാത്രി ഓൾമോസ്റ്റ് ആ ഒരു 3 മണി ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ മോൻ ഇന്നീറ്റിരുന്ന് കരയും. അപ്പോൾ പുള്ളിക്കാരനെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ കൊടുത്തു. അപ്പോഴാണ് ഈ ഒരു സംഭവം വരുന്നത്. പുള്ളിയുടെ കേസ് PTSD ആണ്. അപ്പോൾ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഡിസോർഡർ DSM-5 ട്രോമ ആൻഡ് സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിസോർഡർ വളരെ കോമൺ ആണ്. അക്കോർഡിംഗ് ടു റിസർച്ചസ് ഒരു 9% സൊസൈറ്റിയിൽ ഇത് കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ മേജർ കോസൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് എക്സ്പീരിയൻസസ് തന്നെയാണ്. വാർ ആവാം, ചിലപ്പോൾ എന്തെങ്കിലും കലാമിറ്റീസ് ആവാം, ചിലപ്പോൾ ഒന്നും വേണ്ട അബ്യൂസസ് ആവാം, ചിലപ്പോൾ ട്രാഫിക്കിംഗ് ആവാം. അതുപോലെ തന്നെ പ്രീഡിപ്പോസിഷൻ ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഉള്ളൊരു ഫാമിലി മെമ്പർക്ക് അവരുടെ പിള്ളേരിലും ഇങ്ങനത്തെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാർമോതെറാപ്പി അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ തെറാപ്പീസും ഹെൽപ്ഫുള്ളാണ്. രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കാറാണ് പതിവുള്ളത്. കാരണം ആൻസൈറ്റിയുടെ ഒരു എക്സ്ട്രീം വേർഷനായിട്ട് തന്നെയാണ് PTSD കണ്ടുവരിക. അപ്പോൾ മെഡിക്കേഷൻസ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ആൻസൈറ്റി ലെവൽ കുറയ്ക്കാൻ വേണ്ടി. അതുപോലെ തന്നെ തെറാപ്പീസ് മേജർലി സൈക്കോതെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി ലൈക്ക് CBT, പിന്നെ ഗ്രേഡഡ് ഡീസെൻസിറ്റൈസേഷൻ, ഇതൊക്കെയാണ് മേജർലി യൂസ് ചെയ്യുക.